KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഫിഷറീസ് ആൻഡ് എക്സൈസ് മന്ത്രി കെ ബാബു നമ്മോടൊപ്പം ചേരുന്നു. ബഹുമാന്യനായ മന്ത്രി കെ ബാബു സാറിന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. ശ്രീ ബാബു സാർ, ഇപ്പോഴത്തെ ഭരണത്തിൽ താങ്കൾ സംതൃപ്തനാണോ? ഇപ്പോഴത്തെ ഭരണത്തിൽ പോരായ്മകൾ ഉണ്ടാകുമെങ്കിലും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി, അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് സംവരണം നൽകുന്ന 1 രൂപയ്ക്ക് അരി വിതരണം ഉൾപ്പെടെ ചികിത്സാ സഹായം, അങ്ങനെ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ കേരളത്തിന്റെ വികസന പദ്ധതികളിൽ ഈ ഗവൺമെന്റ് മറ്റേത് ഗവൺമെന്റിനേക്കാൾ കൂടുതൽ വേഗത്തിലും ആത്മാർത്ഥമായും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതിൽ സംതൃപ്തിയുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ എന്നാലും ഈ കഴിഞ്ഞ 1.5 വർഷക്കാലത്തോടെയും ഈ ഗവൺമെന്റിന് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. ഏതൊരു സർക്കാരിനും പ്രതിസന്ധിയും വിമർശനങ്ങളും ഏറെ ലഭിക്കുന്ന ഒരു വകുപ്പാണല്ലോ താങ്കളുടെ വകുപ്പ്, എക്സൈസ് വകുപ്പ്. എന്തെല്ലാം മാറ്റങ്ങളാണ് താങ്കൾ കൊണ്ടുവന്നത്? എക്സൈസ് വകുപ്പിനെ കുറിച്ച് ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരാറുണ്ട്. പക്ഷേ ഗവൺമെന്റ് വന്നതിന് ശേഷം എക്സൈസ് വകുപ്പിനെ കുറിച്ച് അഴിമതി ആരോപണം ഒന്നും ഉണ്ടായിട്ടില്ല. പരമാവധി ഫലപ്രദമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മദ്യം എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് ചിലരെല്ലാം മദ്യഷാപ്പുകൾ അടപ്പിച്ചാൽ മദ്യപാന ശീലമില്ലാതാകും എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മദ്യനിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും തന്നെ മദ്യനിരോധനം എടുത്തു കളയാണ് ഉണ്ടായത്. ഇപ്പൊ കേരളത്തിൽ തന്നെ 1967 വരെ മലബാർ പ്രദേശത്ത് മദ്യനിരോധനം ഉണ്ടായിരുന്നു. 67-ലെ സപ്തകക്ഷി മുന്നണി ഗവൺമെന്റ് കാലത്താണ് മലബാറിലെ നിരോധനം ഇടിച്ചു കളഞ്ഞത്. അപ്പൊ മദ്യനിരോധനം ഒരു പ്രായോഗികമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. അതേ സമയത്ത് മദ്യവർജനം പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തണം. ഘട്ടം ഘട്ടമായിട്ട് മദ്യവർജനം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. അതിന് ജനങ്ങളെ വ്യാപകമായ തോതിൽ ബോധവൽക്കരിക്കണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം അതുകൊണ്ട് നിയമപരമായ നടപടികളും അതുപോലെ തന്നെ പ്രായോഗികമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പല പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന മദ്യനയത്തിന്റെ കാതലായ അംശം പറഞ്ഞാൽ ഒന്ന് 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകില്ലെന്നുള്ളതാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ കോടതി അതിന്റെ ചിറകരിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പുതിയ ഗവൺമെന്റ് തുടങ്ങുന്നതാണ് ബീവറേജിന്റെ FL1 ഷോപ്പുകൾ. ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം FL1 ഷോപ്പുകൾ ഗവൺമെന്റ് ആരംഭിച്ചില്ല. ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. 1.5 കൊല്ലത്തിന് ഒരു പുതിയ FL1 ഷോപ്പ് പോലും ആരംഭിച്ചിട്ടില്ല. ഇനി ആരംഭിക്കാൻ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നുമില്ല. അതുപോലെ പ്രായപരിധി മദ്യപാനം 18 വയസ്സ് വരെ ആയിരുന്നു. ഞങ്ങൾ 21 ഉയർത്തി. മദ്യമെന്നത് വൻ ദുരന്തമായി മാറിയിരിക്കുകയാണെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. പിന്നെ എന്തുകൊണ്ടാണ് പ്രായോഗികമല്ലെന്ന് പറയാൻ കാരണം? മാത്രവുമല്ല, ഏതൊരു ഗവൺമെന്റും ലാഭമാണെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ നഷ്ടമാണെന്ന് മനസ്സിലാകും. ഒരു മദ്യദുരന്തം വരുമ്പോൾ കോടികൾ ചെലവഴിക്കുന്നു. മദ്യവും ലഹരിയും മൂലം ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത് കണക്കൊന്നുമില്ലാത്ത കോടികളാണ്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ മദ്യനിരോധനം പൂർണ്ണമായി നിലവിൽ കൊണ്ടുവരാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അല്ല, മദ്യനിരോധനം കൊണ്ടുവരാൻ മുന്നോട്ട് വരാത്തതിന്റെ കാരണം അത് അപ്രായോഗികമാണെന്ന് മാത്രമല്ല, ജനങ്ങളെ ശരിയായ തോതിൽ ബോധവൽക്കരിച്ച് മദ്യപാന ആസക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിൽ താങ്കൾ ആദ്യം പറഞ്ഞു മദ്യം നിരോധിക്കുന്നത് വൻ ദുരന്തമായി മാറിയിരിക്കുന്നുവെന്ന്. ഇപ്പോൾ മദ്യം നിരോധിക്കുന്നത് എങ്ങനെയാണ് ദുരന്തമാകുന്നത്? ഇപ്പൊ തന്നെ ഡ്രൈ ഡേയ്സിൽ മദ്യം കിട്ടുന്നതിന് വേണ്ടി ആളുകൾ വളരെ കൂടുതൽ രാജമദ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാര്യം അതാണ്. പിന്നെ 1967 അന്നത്തെ സപ്തകക്ഷി മുന്നണി ഗവൺമെന്റ് തന്നെയാണ് മദ്യനിരോധനം കേരളത്തിൽ നിന്ന് ആദ്യം മലബാർ പ്രദേശത്ത് എടുത്തു കളഞ്ഞത്.
അതുപോലെ തിരുക്കൊച്ചി തിരുവിതാംകൂർ പ്രദേശത്തും മദ്യനിരോധനം ഉണ്ടായിരുന്നു. അത് എടുത്തു കളയുന്നത്. അപ്പൊ മദ്യനിരോധനം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളത്തിന്റെ കുറെ ഭാഗം. പക്ഷെ എടുത്തു കളഞ്ഞു. അതിന്റെ കാരണം മദ്യനിരോധനം പ്രായോഗികമല്ല. ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ തന്നെ പാൻ മസാല നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ചാരായ നിരോധനം നടപ്പിലാക്കിയതുപോലെ ഇപ്പോഴത്തെ സർക്കാരിന് പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കിക്കൂടെ? പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുന്നത് പ്രായോഗികമാണെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. UDFന്റെ നയവുമായി അത് എടുത്തിട്ടില്ല. UDFിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തെടുത്ത മദ്യനയമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടത്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അത് എടുക്കാതിരിക്കുക എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. പക്ഷെ മദ്യനിരോധനം പ്രായോഗികമാണെന്ന് കരുതുന്നില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മദ്യനിരോധനം നിലവിലില്ല. അതുകൊണ്ട് മദ്യവർജന പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുക, മദ്യപാന ആസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ചെയ്യുക, അതാണ് ഞങ്ങൾ പ്രായോഗികമായിട്ട് കാണുന്നത്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പ് മുൻകാലങ്ങളിൽ മദ്യപാനത്തിനെതിരായിട്ട് 25 ലക്ഷം രൂപ ചെലവാക്കി നടത്തിയിരുന്ന പ്രചരണമാണ്. അത് ഞങ്ങളിപ്പോ 2 കോടി രൂപ ചെലവാക്കി അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേകം ഒരു ജോയിന്റ് എക്സൈസ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ബിവറേജ് കോർപ്പറേഷന്റെ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വലിയ തുക ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വർഷം ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സഹായം നൽകും. അതുപോലെ ജനറിക് മെഡിസിൻ കേരളത്തിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നതിനും ഒരു പ്രധാന സോഴ്സായിട്ട് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് ഇരിക്കുന്ന സെസ്സാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് അത്ഭുതങ്ങളോ ഒന്നും സൃഷ്ടിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. വികാരപരമായി തീരുമാനിക്കാനും പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഇതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായും താങ്കൾ പറയുകയുണ്ടായി പൂർണ്ണമായി നിരോധിക്കുന്നത് പ്രായോഗികമല്ലെന്ന്. എന്താണ് ഏറ്റവും പ്രധാനമായി പ്രായോഗികമല്ലെന്ന് പറയാൻ കാരണം? അല്ല, ആളുകളിലെ മദ്യപാന ശീലം വളരെ അധികം രൂഢമൂലമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് തിരിച്ചിരിക്കാൻ ചോദിക്കാനുള്ളത്, ഇത്രയൊന്നും മദ്യപാന ശീലം വളരുന്നതിന് മുമ്പ് 1967 മലബാർ പ്രദേശത്തെ മദ്യനിരോധനം പിൻവലിക്കുകയതേ. അവിടെ മദ്യനിരോധനം നിലവിലുണ്ടായിരുന്നു. പക്ഷെ അത് പിൻവലിച്ചു അന്നത്തെ ഗവൺമെന്റ്. കാരണം അത് ഞാൻ അവിടെ കുറ്റപ്പെടുത്തില്ല, പ്രായോഗികം അല്ലെന്നുള്ള ബോധ്യമാണ്. ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടായി, പിൻവലിക്കുകയില്ല. തമിഴ്നാട്ടിലുണ്ടായിരുന്നു, പിൻവലിക്കുകയില്ല. കാരണം ജനങ്ങൾക്ക് ഇതിനുള്ള ആസക്തിയുണ്ട്. അപ്പൊ അത് ബോധവൽക്കരണത്തിലൂടെ ഒഴിവാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മദ്യ ദുരന്തങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്നുള്ള ഭയം. ഏതായാലും ഇത് നാടിന് ഏറെ ആപത്തും നഷ്ടവും വരുത്തിവെക്കും എന്ന് താങ്കൾ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മദ്യനിരോധനം നടപ്പാക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. അല്ല, മദ്യനിരോധനം നടത്തുന്നതിന് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല. പക്ഷെ അത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിനെ നിങ്ങൾ പറയുന്ന പോലെ വികാരപരമായി അല്ലെങ്കിൽ സാത്വികമായ ഒരു തീരുമാനം എടുത്ത് നമ്മൾ ഈ അകത്ത് ഇരുന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് പ്രയോജനപ്രദമാണെങ്കിൽ മദ്യം നിരോധനം നടത്തിയാൽ ആളുകൾ വാർണിച്ച് പോലെ വാങ്ങി കുടിക്കും, രാജമദ്യവും ഉണ്ടാക്കി കുടിക്കും. ഇത് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഗൗരവത്തിൽ തന്നെ ഈ പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യപാനം കുറയ്ക്കാനുള്ള എന്ത് മാർഗമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പുതിയ ആ ലക്ഷ്യം വളരെ അടുത്താണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് വളരെ അകലെയാണ്. എങ്കിൽ പോലും ഞങ്ങൾ പുതുതായി ബിവറേജസിന്റെ ഷോപ്പുകളൊന്നും തുടങ്ങുമെന്ന് തീരുമാനിച്ചു. 3 സ്റ്റാർ ഹോട്ടലുകൾക്കും 4 സ്റ്റാർ ഹോട്ടലുകൾക്കും ലൈസൻസ് കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. ഹോട്ടലുകൾ തമ്മിൽ ഈ എല്ലാ കൂട് പോലെ ബാർ ഹോട്ടലുകൾ വരുന്നത് തടയാൻ വേണ്ടി ഹോട്ടലുകൾ തമ്മിൽ ദൂരപരിധി കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇങ്ങനെ കുറെ നടപടികൾ ഞങ്ങൾ ബോധവൽക്കരണം സജീവമായി നടത്തുന്നുണ്ട്. അത് എല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷെ ആ ലക്ഷ്യം വളരെ അടുത്തമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അതുകൊണ്ട് ദൂരെയാണ്. മദ്യപാനിയായ ഒരാൾക്ക് മദ്യം പെട്ടെന്ന് നിർത്തലാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അത് തീർച്ചയാണല്ലോ. കേരളത്തിൽ മലപ്പുറം മദ്യദുരന്തം എന്താ, അല്ലെങ്കിൽ വൈപ്പിൻ മദ്യദുരന്തം, പുല്ലൂർ മദ്യം, ഇതെല്ലാം മദ്യം ആളുകൾ കുടിക്കാനുള്ള ആസക്തിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കൽ മാത്രമാണ് ഇത് പ്രായോഗികമായ പരിഹാരം. അത് ബോധവൽക്കരിക്കുന്ന പദ്ധതികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ടോ?
ഞങ്ങൾ സർക്കാർ നേരിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ ഇപ്പോ കുടുംബശ്രീ മുഖേനയും അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിഭാഗം മുഖാന്തരവും നാഷണൽ സർവീസ് സ്കീം മുഖാന്തരവും എല്ലാം ഈ പരിപാടികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പൊതുവെ ഈ മദ്യത്തിന്റെ വിപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഒരു ഭാഗത്തൂടെ നടത്തിക്കൊണ്ടത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം മദ്യത്തിന്റെയും ലഹരിയുടെയും നാടായി മാറുന്ന സാഹചര്യത്തിൽ അതിനുള്ളൊരു മാറ്റം സർക്കാരിന്റെ ഭാഗത്തിലൂടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ സമസ്ത കേരള സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാർ മദ്യ നിരോധനത്തിൽ വിശ്വസിക്കുന്നില്ല. മദ്യവർജനം, ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യ വർജനം, അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗ് അതിശക്തമായി ഇതിന്റെ പേരിൽ മുന്നോട്ട് വന്നു. മദ്യം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു? മുസ്ലിം ലീഗിന് ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണോ? മുസ്ലിം ലീഗിന് അത് ഇങ്ങനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമുണ്ട്. അത് അവരൊരു ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയാണെങ്കിലും അവർക്ക് ആ അവകാശമുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച നയമാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു നയം ആരുടെയും ഇല്ല. കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിച്ച നയമാണ്. അവർക്ക് എല്ലാ പാർട്ടികൾക്കും ഇതിനെതിരായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷെ കൂട്ടായി ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന നയമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ നടപ്പാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിക്ക് പ്രത്യേക ഒരു നയം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നയം അതല്ല. മദ്യപിക്കുന്നവർക്ക് മദ്യം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കാണ് താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനേക്കാൾ മദ്യം കുടിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കും? AK ആന്റണിയുടെ കാലത്ത് ചാരായം നിരോധിച്ച സമയത്ത് ഇങ്ങനെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? AK ആന്റണിയുടെ കാലത്ത് ചാരായം നിരോധിച്ച സമയത്ത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് ബിവറേജസിന്റെ ഷോപ്പുകൾ ഒരുപാട് അനുവദിച്ചിട്ടുണ്ട്. അപ്പം AK ആന്റണി സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് നടപ്പാക്കിയത്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും താങ്കൾ വഹിക്കുന്ന ചുമതല എക്സൈസ് വകുപ്പായത് കൊണ്ട് തന്നെയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ പൂർണ്ണമായി നിരോധിക്കണമെന്ന് പറയാൻ താങ്കൾ തയ്യാറാവാത്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF ഇന്ന് സംസ്ഥാനത്തിന്റെ 14 കേന്ദ്രങ്ങളിൽ മദ്യ ഉപരോധം സംഘടിപ്പിച്ചു എന്ന സന്തോഷ വാർത്തയും താങ്കളെ അറിയിക്കുന്നു. നന്ദി. KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിന് വേണ്ടി താങ്കളുടെ സമയം കണ്ടെത്തിയതിന്. KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ എക്സൈസ് മന്ത്രി K. ബാബുവിന്റെ വാക്കുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാരന്തൂർ മർക്കസ് നഗരിയിൽ നിന്നും മർക്കസ് സമ്മേളന പഞ്ചദിന പ്രഭാഷണത്തിന്റെ 2ാം ദിവസം അബ്ദുൽ ലത്തീഫ് സാദിയുടെ പ്രഭാഷണം തത്സമയം ശ്രവിക്കാം.